ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെ കീഴിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുമുള്ള 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അഹ്കാമു തജ്വീദ് വാർഷിക പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുത്താം, മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയാപ്പെടുത്തണം. ഒന്നെന്താണ്? ചേർത്തി ഓതലാണ് നല്ലത്. എന്തായിരുന്നു ചേർത്തി ഓതലാണ് നല്ലത് എന്നുള്ളത്? നമുക്ക് തജ്വീദിലെ 15ാമത്തെ പാഠമായിട്ട് അലാമാത്തുൽ വഖഫ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കീല്, സീല്, ലാമ് ഇതൊക്കെ എന്താണ്? കീല് നിർത്തൽ ഏറ്റവും ഉത്തമം, സീല് ചേർത്തി ഓതലാണ് നല്ലത്. അപ്പോൾ കില, സില എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. നമ്മൾ പറയാനുള്ളൊരു ഉച്ചാരണത്തിനാണ് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ലാം എന്താണ്? നിർത്തരുത്. ലാമ് വരുന്നിടത്ത് നിർത്തരുത്. മീമ നിർത്തൽ അത്യാവശ്യമാണ്. ജീമ് നിർത്താം. അതൊക്കെ വഖഫുകളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സീല് അടയാളപ്പെടുത്താം. സീല് ചേർത്തി ഓതലാണ് നല്ലത്. അപ്പം നമുക്കടുത്തത് 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമായ മദ്ദാണ് ലാസിം. അപ്പോൾ ഇവിടെ ലാസിം വന്നത് അത്തോമത്ത് ലാസിം കലമീ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസിം കലമീ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? ലാ അഅ്ബുദു എന്നതിലെ മദ്. ലാ മദ്ദക്ഷരം അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ വന്നിട്ടുണ്ട്. ലാ അഅ്ബുദു എന്താണ്? മുൻഫസിലായ മദ്ദാണ് അവിടെ. അപ്പോൾ നമുക്ക് അതടയപ്പെടുത്താം. അടുത്തത് എന്താണ്? നിർത്തൽ അത്യാവശ്യമാണ്. എന്താണ്? മീമാണ്. മീമ്. ജീമ് നമ്മൾ നേരത്തെ പറഞ്ഞു. സീന് സക്കത്തയെ സൂചിപ്പിക്കുന്നതാണ്, മനസ്സിലാക്കണം. അടുത്തത് എന്താണ്? 1 അലിഫിൻ്റെ കതിർ ചുരുക്കലാണ് നല്ലത്. 3 അലിഫ് നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് മദ്ദുല്ലീന്. ഖുറൈഷ് ഫതഹയുടെ ഉടനെ വന്ന സുക്കൂനുള്ള ലീനക്ഷരം. അപ്പോൾ നമുക്ക് ഖുറൈഷ് മദ്ദുൽ ലീന്. അടുത്തത് എന്താണ്? അൽ മദ്ദുൽ ലാസിം കലമീക്ക് ഉദാഹരണം. കലിമത്തിൽ വന്നതിന് ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അൽ ഹാക്കത്ത് കലിമത്ത്. അപ്പോൾ അൽ ഹാക്ക എന്നതാണ് ലാസിം കലമി. യാസീൻ ഹർഫുകളാണ്. അലിഫ് ലാം മീൻ അതും ലാസിം ഹർഫിയാണ്, മനസ്സിലാക്കുക. ഇനി ചേരുമ്പടി ചേർക്കാൻ വന്നത് എന്താണ്? നമുക്ക് മദ്ദുല്ലീന് എന്താണ്? ഹാദൽ ബൈത്ത് ഫതഹയുടെ ഉടനെ സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്, ലീനക്ഷരം. അപ്പോൾ ഹാദൽ ബൈത്ത് എന്നതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ മദ്ദുൽ ആരിൽ വഖഫ് കാരണം ആരിലായ സുക്കൂന് വരുന്നു. അല്ലമൽ ഖുർആൻ മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം പുതുതായി സുക്കൂന് വരുന്നു. അല്ലമൽ ഖുർആൻ. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ മദ്ദുൽ ലാസിം ഹർഫിൽ വന്നത്. ഐൻ സീൻ കാഫ് ഹർഫിൽ വന്നത്. അപ്പം അതിൻ്റെ എ നമുക്കവിടെ എഴുതാം. അടുത്തതാ മദ്ദുൽ ലാസിം കലമി കലിമത്തിൽ വന്നത്. വസ്സോഫാത്തി എന്നതിൽ നമുക്കിവിടെ മദ്ദക്ഷരത്തിന് ശേഷം എന്താണ്? സുക്കൂനുള്ളൊരക്ഷരം ഫാ, ശബ്ദമുള്ള ഫാ, സുക്കൂനുള്ളൊരക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും ചേർന്ന് വന്നതാണ്. അപ്പോൾ ഇവിടെ കലിമത്താണ്. 2-3 അക്ഷരങ്ങൾ ചേർന്ന് വരുന്നത് കലിമത്താണ്. അപ്പോൾ മനസ്സിലാക്കട്ടാ. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. അടുത്തതാ മദ് മുൻഫസിൽ മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യ അക്ഷരമായ ഹംസ വരുന്നു. ലാ ഉഖ്സിമു. അപ്പം അതിൻ്റെ സി നമുക്ക് എഴുതാം. ഒരേ പദത്തിൽ വരികയാണെങ്കിൽ മുത്തസിലും, അടുത്ത പദത്തിൽ വരികയാണെങ്കിൽ മുൻഫസിലും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഓർക്കുക കേട്ടോ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. മദ്ദുല്ലീന് ഡാഷ് അലിഫിൻ്റെ കതിർ നീട്ടാം. മദ്ദുല്ലീന് 3 അലിഫിൻ്റെ കതിർ നീട്ടാമെങ്കിലും 1 അലിഫിൻ്റെ കതിറായി ചുരുക്കലാണ് നല്ലത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 അലിഫിൻ്റെ കതിർ നീട്ടാം. അവിടെ നിർബന്ധമില്ല. നിർബന്ധമുള്ളത് ലാസിമാണ്. അടുത്തതാ മദ്ദുൽ ആരിൽ ഡാഷിൻ്റെ കതിറായി നീട്ടലാണ് നല്ലത്. എന്താണ്? 3 അലിഫിൻ്റെ കതിർ നീട്ടലാണ് നല്ലത്. ആരിൽ കേട്ടോ. ലാസിമാണ്, നിർബന്ധം. ഖാഫ് എന്നതിലുള്ള മദ്ദുൽ ലാസിം എന്താണ്? ഹർഫാണ്. ഖാഫ് എന്നതിലുള്ളത് മദ്ദുൽ ലാസിം ഹർഫിയാണ്, മനസ്സിലാക്കുക. ഹർഫാണ് കേട്ടോ. അപ്പോൾ അത് നേരത്തെ ലോലീൻ സോഫാത്ത് അത്തോക്കത്ത് എന്നൊക്കെ
അത് കലിമത്താണ്. അപ്പോൾ കലിമത്തും ഹർഫും മനസ്സിലാക്കാം. അടുത്തെന്താണ്? വലല്ലോലീൻ എന്നതിലുള്ള മദ് ഡേഷ് കലിമിയാണ്. ലാസിം കലമിയാണ്. ലാസിം കലമി, ലാസിം ഹർഫി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഇങ്ങനെ ഒരക്ഷരങ്ങൾ, നമ്മൾ പേര് വായിക്കപ്പെടുന്ന അക്ഷരങ്ങൾ, കാഫ്, യാസീൻ, ഐൻ, സീൻ, കാഫ്, കാഫ്, ഹായ, നൂൻ, ഇതൊക്കെ എന്താണ്? ഹർഫിയും ഇങ്ങനെ വരുന്നത് കലിമിയുമാണ്. അടുത്തതാ ഫീ അംരി. ഫീ അംരി എന്നതിൽ മദ്. ഫീ എന്ന മദ്ദക്ഷരം അടുത്ത കലിമത്തിൽ ഹംസ വന്നു. അപ്പം എന്താണ്? ഫീ അംരി എന്നതിൽ മദ്ദുൽ മുൻഫസിൽ. മദ്ദുൽ മുൻഫസിലാണ്. അടുത്തത് വഖഫിൻ്റെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചിഹ്നം. എന്താണ്? രണ്ടിലൊരിടത്ത് എന്താണ്? നിർത്താൻ പാടുള്ളൂ. രണ്ടിലൊരിടത്ത് നിർത്താൻ പാടുള്ളൂ. മനസ്സിലാക്കട്ടോ, രണ്ടിലൊരിടത്ത് നിർത്താൻ പാടുള്ളൂ. അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അൽ മദ്ദുൽ ലാസിം എത്ര അലിഫിൻ്റെ കതിർ നീട്ടണം? ലാസിം 3 അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ, 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമാണ്. മദ്ദുൽ ലാസിം ഹർഫീന് ഒരു ഉദാഹരണം. ഹർഫിന് ഉദാഹരണം നമ്മൾ മുകളിൽ കുറേ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഹർഫിന് കാഫ് ഉണ്ട്, പിന്നെ യാസീൻ, അലിഫ് ലാം മീൻ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. നൂൻ ഒക്കെ എഴുതാട്ടോ. അടുത്തതാ യഫ്തഹൂൻ എന്നതിലുള്ള മദ്ദിൻ്റെ പേര്. യഫ്തഹൂൻ മദ്ദക്ഷരമായ വാവിന് ശേഷം വഖഫ് കാരണം ഇവിടെ ഒരു സുക്കൂന് വരുന്നു അല്ലേ? അതാണ് ആരിലായ സുക്കൂന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് അതിലുള്ള മദ്? മദ്ദുൽ ആരിൽ. അടുത്തത് വസ്വൈഫ് എന്നതിലുള്ള മദ് ഏത്? വസ്വൈഫ്. ഫതഹയുടെ ഉടനെ വന്ന സുക്കൂനുള്ള യാവും വാവും ആണ് ലീനക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ വഖഫ് കാരണം സുക്കൂനും വരുന്നു. അപ്പോൾ മദ്ദുല്ലീൻ. മദ്ദുല്ലീൻ. ലൊബ്ഹ. ലൊബ്ഹ എന്നതിലുള്ള മദ്ദിൻ്റെ പേര്. ലൊബ്ഹ. ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൊബ്ഹ എന്നതിലുള്ള മദ് മദ്ദുൽ അസ്ലി. മദ്ദുൽ അസ്ലി. അവിടെ മദ് മുത്തതരീഫ് എന്ന് എഴുതാം കേട്ടോ. അസ്ലി എന്നല്ല, മുത്തതരീഫ് എന്ന് വേണമെങ്കിൽ എഴുതാം. ലാം. ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം എന്ത്? വഖഫിലാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? നിർത്തരുത്. നിർത്തരുത് എന്നതാണ് ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം. അപ്പോൾ വഖഫിൻ്റെ പാഠം നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് ചോദ്യം ഇന്ന് വരാനുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകും എപ്പോൾ? മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ്? മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായി ഹംസ വന്നാലാണ്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത കലിമത്തിൻ്റെ ആദ്യക്ഷരമായി ഹംസ വന്നാലാണ് മദ്ദുൽ മുൻഫസിൽ ഉണ്ടാകുന്നത്. അതുപോലെ മുത്തസിൽ പഠിക്കുക. മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വരുന്നതാണ് മദ്ദുൽ മുത്തസിൽ കേട്ടോ. അടുത്തത് എന്താണ്? ഷദ്ദുള്ള അക്ഷരമാകുന്നത് എപ്പോൾ? ഷദ്ദുള്ള അക്ഷരമാകുന്നത് എപ്പോഴാണ്? ലാസിം കലമി. ആ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള അക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് ഷദ്ദുള്ള അക്ഷരമായി തീരുന്നത്. സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവും കൂടിച്ചേരുമ്പോഴാണ് സുക്കൂനുള്ള അക്ഷരമായി തീരുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ആ പാഠത്തിൽ അൽ ഹാക്ക, വലല്ലോലീൻ, വസ്സോഫാത്തി, അസ്സോഹത്ത്. അപ്പോൾ ഇതൊക്കെ ഉദാഹരണം എഴുതാൻ വന്നാൽ ഏതെങ്കിലും ഒന്ന് എഴുതണം കേട്ടോ. ഇനി ഏതാണ് സ്ഥിരമായ സുക്കൂന്? ഏതാണ് സ്ഥിരമായ സുക്കൂന്? ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. ചേർത്തി ഓതുമ്പോഴും വഖഫ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സുക്കൂനാണ് സ്ഥിരമായ സുക്കൂന്. അൽ മദ്ദുൽ ലാസിം ഉണ്ടാകും എപ്പോൾ? മദ്ദുൽ ലാസിം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലാസിം. അടുത്തതാ ആരിലായ സുക്കൂന് എന്നാൽ എന്ത്? എന്താണ് ആരിലായ സുക്കൂന്? മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നു. അങ്ങനെ പുതുതായി ഉണ്ടാകുന്ന സുക്കൂനാണ് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നു. അത്തരം സുക്കൂനുകൾക്കാണ്
ആരിലായ സുക്കൂന് എന്ന് പറയുന്നത്. ആരിൽ പറഞ്ഞാൽ പുതുതായി ഉണ്ടാകുന്ന സുക്കൂന്. അടുത്തതാ മദ്ദുൽ മുത്തതരിഫ്. മദ്ദുൽ മുത്തതരിഫ് എത്ര നീട്ടണം? മുത്തതരിഫ് അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. മദ്ദുൽ മുത്തതരിഫ് അസ്ലിയായ മദ്ദിലാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരലിഫിൻ്റെ കദർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരലിഫിൻ്റെ കദർ 2 ഹർക്കത്ത് ആണ് മദ്ദുൽ മുത്തതരിഫ് നീട്ടേണ്ടത്. അടുത്തത് മദ്ദുൽ ലീൻ ഉണ്ടാകും. എപ്പോഴാണ് മദ്ദുൽ ലീൻ ഉണ്ടാകുന്നത്? ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലീൻ. ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്നതാണ് മദ്ദുൽ ലീൻ. അപ്പം ലീൻ ഉണ്ടാകുന്നത് ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂൻ വരുമ്പോഴാണ് മദ്ദുൽ ലീൻ ഉണ്ടാകുന്നത്. അടുത്തത് 5 വരി കുറയാതെ ഉപന്യസിക്കാൻ മദ്ദുൽ ലാസിം കലിമീ ഹർഫി. ലാസിം കലിമിയും ഹർഫിയും എഴുതണം. ലാസിം കലിമീ കലിമത്തുകളിൽ വരുന്ന മദ്ദിനാണ് ലാസിം കലിമീ എന്ന് പറയുന്നത്. ഇവിടെ 3 അലിഫിൻ്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. അക്ഷരത്തിന് ശേഷം ഷദ്ദുള്ള ഒരക്ഷരം വരുന്നു. അത് സുക്കൂനുള്ള ഒരക്ഷരവും ഹർക്കത്തുള്ള ഒരക്ഷരവുമായി കൂടിച്ചേരുമ്പോഴാണ് ഷദ്ദുള്ള അക്ഷരം ഉണ്ടാകുന്നത്. ഇവിടെയെല്ലാം 3 അലിഫിൻ്റെ കദർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഉദാഹരണങ്ങൾ ഏതാ? വലല്ലാലീൻ, വസ്സോഫാത്തി, അൽഹാഖത്ത്, അൽസോഹത്ത് എന്നൊക്കെ ഉദാഹരണം എഴുതാം. പിന്നെ ഹർഫുകളിൽ ഉണ്ടാകുന്ന ലാസിമായ മദ്ദിനാണ് ലാസിം ഹർഫി എന്ന് പറയുന്നത്. ഇവിടെയും 3 അലിഫിൻ്റെ കദർ നീട്ടൽ നിർബന്ധമാണ്. മദ്ദക്ഷത്തിന് തൊട്ടു പിറകെ സ്ഥിരമായ സുക്കൂന് വന്നിട്ടാണ് അത് ലാസിം ഉണ്ടാകുന്നത്. അത് നൂൻ, യാസീൻ, അലിഫ്ലാം, ഖാഫ്. ഇവിടെ ഇങ്ങനെ ഹർഫുകളിൽ വരുന്നതാണ്. അപ്പം അങ്ങനെ ചേർത്തിട്ട് ഉദാഹരണമൊക്കെ എഴുതിയിട്ട് നമുക്ക് ലാസിം കലിമിയോ ഹർഫിയോ എഴുതാം. ഇനി മദ്ദുൽ ഫർഈലെ ഇനങ്ങൾ. മദ്ദുൽ ഫർഈലെ ഇനങ്ങൾ 5 എണ്ണമാണ്. മദ്ദുൽ മുത്തസിൽ, മുൻഫസിൽ, ലാസിം, ആരിൽ, ലീന്. അപ്പോൾ മുത്തസിൽ എന്താ, മുൻഫസിൽ എന്താ, ലാസിം എന്താ, ആരിൽ എന്താന്നൊക്കെ എഴുതുക. അങ്ങനെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഓരോന്നിനും ഉദാഹരണങ്ങളൊക്കെ എഴുതി നമുക്ക് ഈ ലൈന് മുഴുവനായിട്ട് എഴുതണം. ബാക്കി സ്ഥലം ആവാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് ഇവിടെ 6 മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 8ാമത്തെ പാഠം മുതലാണ് ഇതിൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി പഠിക്കാം, ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.